ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ബ്രൈഡൽ ഹെന്ന സർവീസാണ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരാൾ ഡയറക്റ്റ് വന്ന് എന്നെ നേരിട്ട് കണ്ട് ഒരു വർക്ക് ബുക്ക് ചെയ്യുന്നത്. എന്നെ നേരിട്ട് കണ്ട് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാൾ വരുന്നത് ബ്രൈഡിൻ്റെ ഉമ്മയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്കൊരാൾ ഇങ്ങനെ ബുക്ക് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വർക്ക് ചെയ്യാനും. കാര്യം ഇങ്ങനെയൊക്കെ നമുക്ക് ഇത്രയും ഒരു വാല്യൂ തരുന്ന ആൾക്കാർ നമ്മൾ ചുറ്റുമുണ്ടല്ലോ എന്ന് ഓർത്തപ്പം നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ ഫീൽ ചെയ്തു. കാര്യം നല്ല ഹാപ്പിനെസ് ആയിരുന്നു. അത് എക്സ്പ്ലെയിനബിൾ അല്ലായിരുന്നു. സോ ബ്രൈഡ് കുറച്ച് റെഫറൻസും കാര്യങ്ങളും കാണിച്ചു, അതുപോലെ ഒരു ബഡ്ജറ്റും പറഞ്ഞു. നമ്മളുടെ ബഡ്ജറ്റ് നിന്നിട്ട് ബ്രൈഡിൻ്റെ ഇഷ്ടം പോലെ നമ്മൾ ആ വർക്കെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് സീലൻ്റാണ്. കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് എന്തിനാണ് ഈ സീലൻ്റ് യൂസ് ചെയ്യുന്നത്. ഈ സീലൻ്റ് യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഹന്തി ഉണങ്ങത്തില്ല. നമ്മൾ വൺ സൈഡ് നോർമലി ബ്രൈഡൽസിനാണ് കൂടുതലും ആവശ്യം. നമ്മൾ വൺ സൈഡ് വരയ്ക്കുമ്പോഴത്തേക്ക് ബാക്ക് സൈഡ് വരയ്ക്കുമ്പോഴത്തേക്ക് മെഹന്തി എല്ലാം ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീലൻ്റ് സ്പ്രേ യൂസ് ചെയ്യുന്നത്. ഇത് വെറും നാരങ്ങയും വെള്ളമൊന്നുമല്ല, നമ്മളിതിൽ വേറെ കണ്ടൻസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് സ്റ്റെയിനും നല്ലപോലെ കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടാണ് ഈ സീലൻ്റ്. നിങ്ങൾ ബ്രൈഡൽ ഹെന്ന സർവീസാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സീലൻ്റ് മസ്റ്റായിട്ട് മേടിക്കുക. കാര്യം ബാക്ക് സൈഡ് വരയ്ക്കുമ്പോൾ ഇത് ഇളകിപ്പോകുന്ന ഒരു ഇഷ്യൂസും അതുപോലുള്ള എല്ലാം സ്റ്റെയിൻ്റെ ഇഷ്യൂസും എല്ലാം ഇത് ഓവർകം ചെയ്യാൻ ഈ സീലൻ്റിന് പറ്റും. അതുപോലെ അവിടെ ചെന്നപ്പോൾ കേട്ടോ എൻ്റെ പാത്തു മോളെ പോലത്തെ ഒരു പയ്യനെ അവിടെ കണ്ടു. പാത്തുവിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ക്യാരക്ടറായിരുന്നു. പാത്തു എങ്ങനെയാണോ എന്നോട് ബിഹേവ് ചെയ്യുന്നത് അതുപോലെയായിരുന്നു അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മോനായിരുന്നു. എനിക്ക് അലുവയൊക്കെ കൊണ്ടുവന്ന് നല്ല സ്നേഹമുള്ളൊരു മോനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് വർക്ക് ഒന്ന് തീർത്തു. കുറേ കാലം കൂടിയിട്ടാണ് എനിക്ക് ഇത്രയും സ്പീഡിലൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. എനിക്കൊരു ഇടയ്ക്കൊരു നല്ല ഗ്യാപ്പ് വീണായിരുന്നു. അതിനുശേഷം ഈ ഒരു വർക്ക് എനിക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റി. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ബ്രൈഡിനെ ഒരുപാട് മുഷിപ്പിച്ചില്ല, ഞാനും മുഷിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം കഴിഞ്ഞായിരുന്നു. ഞാനും ഭയങ്കര ഹാപ്പിയായിരുന്നു. ബ്രൈഡ് ഹാപ്പിയായിരുന്നു എന്നും ബ്രൈഡും പറഞ്ഞു.